എല്ലാവർക്കും സൃഷ്ടി സൊല്യൂഷനിലേക്ക് സ്വാഗതം. NSIC ജെം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ അസോസിയേറ്റാണ് സൃഷ്ടി സൊല്യൂഷൻ. തിരികെ കിട്ടാൻ വൈകുന്ന പൈസ എങ്ങനെ കിട്ടുമെന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് മുഴുവനായി മനസ്സിലാക്കാൻ അവസാനം വരെ ഇത് പൂർണ്ണമായി കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് തുടങ്ങാം. MSME സമാധാൻ. ചെറുകിട സംരംഭങ്ങൾക്ക് സമയബന്ധിതമായി പണം ലഭിക്കുന്നതിനുള്ള നിയമപരമായ സംവിധാനം. മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസ് ഡെവലപ്മെന്റ് ആക്ട് 2006 ചെറുകിടയും ഇടത്തരവും സംരംഭങ്ങൾക്ക് സമയബന്ധിതമായി പണം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ഈ നിയമം പ്രത്യേകിച്ച് മൈക്രോ അല്ലെങ്കിൽ ചെറുകിട സംരംഭങ്ങൾക്ക് സാധനങ്ങളോ സേവനങ്ങളോ വിതരണം ചെയ്തതിനുശേഷം പണം ലഭിക്കുന്നതിൽ കാലതാമസമുണ്ടാകുമ്പോൾ നേരിടാനുള്ള നിയമപരമായ പരിഹാരങ്ങൾ നൽകുന്നു. കാലതാമസമുള്ള പേയ്മെന്റുകൾക്കുള്ള വ്യവസ്ഥകൾ MSMED ആക്ട് 2006. MSMED ആക്ട് 2006 15 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ കാലതാമസമുള്ള പേയ്മെന്റുമായി ബന്ധപ്പെട്ടവയാണ്. ഈ വ്യവസ്ഥകൾ പ്രകാരം ഒരു വാങ്ങുന്നയാൾ മൈക്രോ അല്ലെങ്കിൽ ചെറുകിട സംരംഭത്തിൽ നിന്ന് സാധനങ്ങളോ സേവനങ്ങളോ സ്വീകരിച്ച് 45 ദിവസത്തിനുള്ളിൽ പണം നൽകിയില്ലെങ്കിൽ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വിലയ്ക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്ന ബാങ്ക് നിരക്കിന്റെ 3 ഇരട്ടി നിരക്കിൽ മാസിക പലിശയോടുകൂടിയ കൂട്ടുപലിശ നൽകാൻ ബാധ്യസ്ഥനാണ്. മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസ് ഫെസിലിറ്റേഷൻ കൗൺസിൽ MSC-FSC കാലതാമസമുള്ള പേയ്മെന്റുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി എല്ലാ സംസ്ഥാന സർക്കാരുകളും മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസ് ഫെസിലിറ്റേഷൻ കൗൺസിലുകൾ സ്ഥാപിക്കാൻ MSMED നിയമം 2006 വ്യവസ്ഥ ചെയ്യുന്നു. അധികാരപരിധി. ഒരു മൈക്രോ അല്ലെങ്കിൽ ചെറുകിട സംരംഭം സമർപ്പിക്കുന്ന പരാതികൾ പരിശോധിച്ച് MSMED ആക്ട് 2006 വ്യവസ്ഥകൾ പ്രകാരം വാങ്ങുന്നയാൾക്ക് പലിശയോടെ കുടിശ്ശികയുള്ള തുക നൽകാൻ MSC-FSC നിർദ്ദേശിക്കും. ഘടനയും പ്രവർത്തനവും. സംസ്ഥാനങ്ങളിലെ വ്യവസായ ഡയറക്ടർ ചെയർമാനായുള്ള MSC-FSCകൾക്ക് MSME യൂണിറ്റുകളുടെ ഭരണാത്മക കൺട്രോൾ ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും MSME ഫെസിലിറ്റേഷൻ കൗൺസിലിന്റെ നിയമങ്ങൾ, MSC-FSCകളുടെ രൂപീകരണം എന്നിവയെല്ലാം MSMED ആക്ട് 2006 അനുസരിച്ച് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സമയപരിധി. MSC-FSCക്ക് സമർപ്പിക്കുന്ന ഏതൊരു പരാതിയും പരാതി സമർപ്പിച്ച തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും MSC ഫെസിലിറ്റേഷൻ കൗൺസിലുകൾ പതിവായി യോഗങ്ങൾ ചേരുകയും ഈ 90 ദിവസത്തിനുള്ളിൽ കാലതാമസമുള്ള പേയ്മെന്റ് കേസുകൾ തീർപ്പാക്കുന്നുവെന്നും ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പീൽ. MSC-FSC പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ അപ്പീലാർഗൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പീൽ തുകയുടെ 75% കോടതിയിൽ കെട്ടിവച്ചാൽ മാത്രമേ അപ്പീൽ പരിഗണിക്കുകയുള്ളൂ. ആർക്കൊക്കെ അപേക്ഷിക്കാം? ഏതൊരു മൈക്രോ അല്ലെങ്കിൽ ചെറുകിട സംരംഭത്തിനും സാധുവായ ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഈ സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. MSME സമാധാൻ. പരാതി സമർപ്പിക്കുന്നത് എളുപ്പമാക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ MSME മന്ത്രാലയം MSC-FSCകളിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുന്നത് എളുപ്പമാക്കാൻ MSME സമാധാൻ എന്ന ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷ. സാധനങ്ങളോ സേവനങ്ങളോ വിതരണം ചെയ്ത MSC യൂണിറ്റുകൾക്ക് ഈ പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷകൾ അവരുടെ സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിലെ ബന്ധപ്പെട്ട MSC-FSCക്ക് സമർപ്പിക്കാവുന്നതാണ്. ദൃശ്യവത. ഈ അപേക്ഷകൾ MSC-FSC കൗൺസിലുകൾക്ക് അവയുടെ നടപടികൾക്കായി കാണാൻ കഴിയും. കൂടാതെ ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ തുടങ്ങിയവർക്കും ഇത് സജീവ നടപടികൾക്കായി ദൃശ്യമാകും. ചുരുക്കത്തിൽ MSME സമാധാൻ എന്നത് ചെറുകിട സംരംഭങ്ങൾക്ക് പണം ലഭിക്കുന്നതിൽ കാലതാമസമുണ്ടാകുമ്പോൾ നിയമപരമായി പ്രതിവിധി തേടാൻ സഹായിക്കുന്ന MSMED ആക്ട് 2006 പ്രകാരം സ്ഥാപിക്കപ്പെട്ട ഒരു സുപ്രധാന സംവിധാനമാണ്. MSME സമാധാൻ പോർട്ടൽ ഈ പ്രക്രിയയെ മറ്റൊരുത്തി സാധ്യമാക്കുന്നു. നിങ്ങൾക്ക് MSME സമാധാൻ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ സ്രോതസ്സുകളിൽ നിന്ന് ലഭ്യമല്ലാത്ത ഈ വിവരം നിങ്ങളൊരു കൺസൾട്ടൻസിക്ക് വേണ്ടി അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള വിവരങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരു കൺസൾട്ടൻസിയുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ സൃഷ്ടി സൊല്യൂഷനെ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ 8547891974. ഇമെയിൽ cc@srishtisolution.com. വെബ്സൈറ്റ് www.srishtisolution.com. നിയമപരമായ മുന്നറിയിപ്പ്. ഇതൊരു മാർക്കറ്റിംഗിനു വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ്.